കടലാക്രമണം ശക്തമായ കൊച്ചി എടവനക്കാട് തീരദേശ മേഖലയിലെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. പ്രദേശവാസികൾ ഉച്ചയ്ക്ക് കളക്ടറുമായി ചർച്ച നടത്തും. കുഴിപ്പള്ളിയിൽ നിന്ന് എടവനക്കാടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇന്നലെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിയോ ബാഗ് താൽക്കാലികമായ പരിഹാരമാണ്. പക്ഷേ അത് പ്രദേശവാസികൾക്ക് അത് സ്വീകാര്യമല്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചയുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, എടവനക്കാട് തീരദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ടെട്രാപോഡ് നിർമ്മിക്കണമെന്നുള്ളത്. കടൽ പ്രക്ഷുബ്ധമാവുന്ന സമയത്ത് കടൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നാളുകളായിട്ട് ഏകദേശം 20 വർഷത്തോളമായിട്ട് ഈ എടവനക്കാട് മേഖലയിൽ ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധ സമരങ്ങൾ അവർ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് അണിയാൽ ബസാർ ഭാഗത്താണ്. ഇവിടെ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കുഴിപ്പള്ളിയിൽ നിന്ന് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. എടവനക്കാട് ഭാഗത്തേക്കാണ് മാർച്ച് വരുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ ആവശ്യം നാളുകളായിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ മുനമ്പം വൈപ്പിൻ സംസ്ഥാന പാത ഇവർ ഉപരോധിച്ചിരുന്നു. ആ സമയത്ത് സബ് കളക്ടർ അടക്കം ഇവിടെ എത്തി സമരക്കാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ സമരക്കാരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിൽ ജിയോ ബാഗ് സംവിധാനം ഏർപ്പെടുത്താം എന്നുള്ളത്. പക്ഷേ അത് ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉറച്ചു നിൽക്കുന്നത്. കാരണം അവർ നാളുകളായിട്ട് ദുരിത കയത്തിൽ തന്നെയാണ്. അതിലൊരു പരിഹാര നിർദ്ദേശങ്ങൾ പോലും അവലംബിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാനായിട്ടോ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ വലിയ രീതിയിലുള്ള ഫലവത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുമില്ല. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? എങ്ങനെയാണ് നിലവിൽ അവസ്ഥ? കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, ശക്തമായിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 10-20 വർഷമായിട്ടുള്ള ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇത്. പിന്നെ അവിടെ ബാഗ് അവിടെ നിന്ന് മണ്ണ് കോരി അവിടെ തന്നെ ബാഗിൽ നിറക്കും. അത് 2-3 തരമായിട്ട് ചെയ്യുമ്പോൾ അത് പോവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും വീട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കളക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 9-10 പേര് ഇവിടെ നിന്ന് പോവും ചർച്ച ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് സമരത്തിൻ്റെ ഗതി എങ്ങനെ മാറ്റണം എന്നുള്ള തീരുമാനമാവുള്ളൂ. ഈ കളക്ടറുടെ യോഗത്തിൽ ഏത് വിധത്തിലായിരിക്കും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അത് പോകുന്നവരുടെ നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. കഴിഞ്ഞ ദിവസം ജിയോ ബാഗ് സംവിധാനം ഏർപ്പെടുത്താമെന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു നടപടി സ്വീകരിക്കാമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നല്ലോ. ജിയോ ബാഗിന്റെ വർക്ക് അവിടെ നടപ്പുണ്ട്. പക്ഷേ അത് ഇന്നവർ നിർത്തിവെച്ചേക്കാണ് തോന്നുന്നത്. കാരണം കടൽ ശക്തമായതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കുള്ളൂ. അവിടെ തന്നെയാണല്ലോ മണ്ണെടുത്തിട്ട് നടക്കുന്നത്. ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റില്ലല്ലോ, ടെട്രാപോഡ് വേണമെന്നുള്ളതാണല്ലോ ആവശ്യം. അതെ അതെ ലക്ഷ്മി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ അത് നടപ്പാക്കണം, ടെട്രാപോഡ് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ആ ടെട്രാപോഡ് വന്നില്ല എങ്കിൽ ചെല്ലാനത്ത് ആ പദ്ധതി വിജയിച്ചതാണ്. പക്ഷേ എടവനക്കാട് മേഖലയിൽ ഈ 20 വർഷത്തോളമായിട്ടുള്ള ഈ ഒരു കടലാക്രമണ ഭീതി, ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ടെട്രാപോഡ് വരണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതും. ഹർത്താൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. 12 മണിക്ക് കളക്ടറുടെ യോഗത്തിലാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ. കളക്ടറുമായിട്ട് സമരക്കാർ ചർച്ച നടത്തും. ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കും. എന്തായാലും താൽക്കാലിക സംവിധാനങ്ങളൊന്നും തന്നെ അംഗീകരിക്കപ്പെടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ കടലാക്രമണം രൂക്ഷമായ സ്ഥിതിക്ക് ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിലാണ് ജിയോ ബാഗ് എന്നാണല്ലോ കളക്ടർ ഇന്നലെ അറിയിച്ചത്. പക്ഷേ ടെട്രാപോഡ് എന്ന് പറയുമ്പോൾ അതിന് ഇനി സമയം എടുക്കും എന്നുള്ളതല്ലേ? യെസ്, രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും എടവനക്കാട് തീരദേശ മേഖല അവിടെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. പ്രദേശവാസികളുമായി ജില്ലാ കളക്ടർ ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.